സ്കൂൾ തുറന്നിരിക്കുന്നു. പുതിയ ബാഗ്, പുതിയ കുട, പുതിയ ബിരിയാണി എന്ന് പറയാവുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ അങ്കണവാടികളിലെ കുട്ടികളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ അങ്കണവാടികളിലെ ഭക്ഷണ മെനുവെല്ലാം നന്നായിട്ട് രുചികരമായിട്ട് പരിഷ്കരിച്ചിരിക്കുകയാണ്. പുതിയ മെനുവിൽ ഇനി മുതൽ മുട്ട ബിരിയാണിയും ഉണ്ടാവും, ഒപ്പം പുലാവും ഉണ്ടാവും. കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം തുടങ്ങിയവയാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. പരിഷ്കരിച്ച ഭക്ഷണ മെനു അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമായ ഭക്ഷണമാണ് നൽകുക. 2 ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും 3 ദിവസം വീതമാക്കി മാറ്റിയിട്ടുണ്ട്. ഓർക്കുക, ഇതാദ്യമായിട്ടാണ് അങ്കണവാടികളിൽ ഏകീകൃത ഭക്ഷണ മെനു നടപ്പിലാക്കുന്നത്. അങ്കണവാടികളിൽ ബിരിയാണി വേണം, ബിരിയാണി വേണം, ബിരിയാണി വേണം എന്ന 3 വയസ്സുകാരൻ ശംഖുവിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിൻ്റെ പിന്നാലെയാണ് മെനു പരിഷ്കരിക്കുമെന്ന് അന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി അന്ന് ശംഖുവിന് നൽകിയ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ശംഖു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ശംഖു, സന്തോഷമായോ? സന്തോഷമായല്ലേ? ശംഖു, ഇനി എന്നാണ് അങ്കണവാടിയിലേക്ക് പോവുക? ജൂലൈയിൽ പോയിട്ട് ബിരിയാണി കഴിക്കാനാണോ പോകുന്നത്? പാഠം പഠിക്കാനാണോ ബിരിയാണി കഴിക്കാനാണോ പോകുന്നത്? രണ്ടിനും കൂടിയാണോ? മുട്ട ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണിയാണോ ഇഷ്ടം? ചിക്കൻ ബിരിയാണിയുടെ ഉള്ളിൽ നിന്ന് ഒരു മുട്ട കിട്ടിയാൽ അതും കഴിക്കുമോ? ചിക്കൻ ബിരിയാണിയിൽ ചിക്കന്റെ തുട കഴിക്കാനാണോ ഇഷ്ടം? ലെഗ് പീസ്? ഇല്ലില്ല. കാര്യം പറ. കവിൾ അത്ര വായ നിറയെ കഴിക്കണം എന്നാണോ അങ്ങനെ വായ വീർപ്പിച്ച് കാണിക്കുന്നത്? ചിക്കൻ ബിരിയാണി വായന്റെ ഉള്ളിലാക്കിയാൽ അത്രയും വലുതാവുമോ വായ? ചിക്കൻ ബിരിയാണി വീട്ടിലുണ്ടാക്കി തരാറുണ്ടോ അമ്മ? ഉണ്ടാക്കി തരുമോന്ന്? ശംഖു ഉണ്ടാക്കി തരുമോന്ന്? തരുന്നോ തരില്ല എന്നാണോ? അങ്കണവാടിയിലെ ടീച്ചർമാരുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ? ടീച്ചറിന്റെ പേര് പറ. ലീല ആന്റി. പിന്നെ വേറെ ആരൊക്കെയാണുള്ളത്? പൊന്നി ആന്റി ആണോ? ശംഖുവിന്റെ സ്കൂളിൽ ശംഖുവിന് ബിരിയാണി ഉണ്ടാക്കി തരുന്നത് ആരാണ്? ലീല ആന്റി ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് നല്ല രുചിയുണ്ടോ? ലീല ആന്റി ഉണ്ടാക്കി തരുന്ന ബിരിയാണിക്ക് നല്ല എരിവുണ്ടോ? പുലാവ് കഴിച്ചിട്ടുണ്ടോ? പുലാവ് കഴിച്ചിട്ടില്ല. പുലാവ് വേണ്ട, എനിക്ക് ബിരിയാണിയും പോയി. ബിരിയാണി മതി എനിക്ക്. എല്ലില്ലാത്ത ബിരിയാണി ഒരു എരിയില്ലാത്ത ബിരിയാണി അവിടെ തിന്നു. ഞാൻ ഒത്തിരി എടുത്ത് കുഴച്ചിട്ട് തിന്നു. അല്ല കൂടി പാട്ട് വെച്ചിട്ട് എടുത്ത് തിന്നും. എള്ളുണ്ടാക്കി ബിരിയാണി എള്ളുണ്ടേ പോലെ ഉരുളയാക്കി കഴിക്കുമോ? സ്കൂളിൽ പോകുന്ന ദിവസം ബിരിയാണി കിട്ടില്ല എന്നറിഞ്ഞാൽ പോകുമോ?
ഞാൻ JCB കൊണ്ടുവന്ന് അങ്ങാവാടി പൊളിക്കും. അയ്യോ അങ്ങനൊന്നും ചെയ്യില്ല. JCB കൊണ്ടുവന്ന് അങ്കണവാടി എന്തിനാ പൊളിക്കുന്നത്? ഉപ്പുമാവ് തരുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നാലെ ആക്കണം. ഒരു JCB നിറയെ ബിരിയാണി വീട്ടിൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും ശംഖു? ഞാൻ തിന്നിച്ചു. അപ്പൊ കുറെ ബിരിയാണി കഴിച്ചാൽ വയറുവേദന എടുക്കില്ലേ? ഇല്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ബിരിയാണി തന്നെ കഴിക്കാനാണോ ഇഷ്ടം? വീട്ടിലുണ്ടാക്കുന്നു. ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉള്ളിൽ പൂസെല്ലാം ഇട്ട് പൂസെല്ലാം വെച്ച് മാറ്റി തരും. ബിരിയാണി സ്കൂളിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് മാഡത്തിന് ഇഷ്ടമാണോ? ഈ ഭൂമിയിൽ ഏറ്റവും അധികം ഇഷ്ടം ബിരിയാണി സ്കൂളിൽ കൊണ്ടുതന്ന മന്ത്രിയെയാണോ? അപ്പൊ ശംഖുവിന് എല്ലാ ദിവസവും നിറയെ ബിരിയാണി കിട്ടട്ടെ, ബിരിയാണിയെ പോലെ തന്നെ നല്ല വിഭവങ്ങൾ കിട്ടട്ടെ, ഒപ്പം തന്നെ നന്നായിട്ട് പഠിച്ച് വയർ നിറച്ച് പഠിക്കാനും കഴിയട്ടെ. സന്തോഷം, നന്ദി, ടാറ്റ. ഇച്ചിരി എടുത്തോണ്ട് പാട്ടയിൽ ഇച്ചിരി എടുത്തോണ്ട് കൊണ്ടുപോകും. ടാറ്റ. ടാറ്റ.